രൂത്ത് 3:5. അതിന് അവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു. നവോമിയും രൂത്തും മടങ്ങി ബേത്ലഹേമിൽ വന്നതിന് ശേഷം നവോമി രൂത്തിനോട് ബോവസിൻ്റെ വയലിലേക്ക് പോകുവാനും അവൻ്റെ കാൽക്കൽ പോയി കിടക്കുവാനും ഒക്കെ പറയുകയാണ്. രൂത്ത് ആ സ്ഥലത്ത് പുതിയതാണ്. അവിടുത്തെ വീണ്ടെടുപ്പിൻ്റെ രീതികളൊന്നും അവൾക്കറിയില്ല. എങ്കിലും തൻ്റെ അമ്മാവിയമ്മ പറഞ്ഞതെല്ലാം അപ്പാടെ അനുസരിക്കുകയാണ്. അതവളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരുവാൻ ഇടയായി. നവോമിയുടെ ജീവിതം ദൈവത്തിൻ്റെ കരുതൽ, വിശ്വസ്തത, കഷ്ടതകളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്നിവയുടെ വലിയ ഒരു ഉദാഹരണമാണ്. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്നത് പോലെ നവോമി രൂത്തിനെ വഴി നടത്തുകയും ബോവസിനെ കണ്ടെത്തുവാൻ സഹായിക്കുകയും ചെയ്തു. തൻ്റെ അമ്മാവിയമ്മ പറയുന്നത് രൂത്ത് അതേപടി അനുസരിക്കുകയാണ്. നമ്മെ യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തോടുള്ള ഒരു വിശ്വാസിയുടെ സമർപ്പണമാണ് നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. രൂത്ത് തൻ്റെ അമ്മാവിയമ്മയുടെ വാക്കനുസരിച്ചാൽ ഉണ്ടാകുന്ന നന്മതിന്മകളെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായി തോന്നാം. എന്നാൽ രൂത്ത് അനുസരിച്ചതുപോലെ നാം അനുസരിച്ചാൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. രൂത്ത് പിന്നീട് ദാവീദ് രാജാവിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും വംശാവലിയിൽ ഇടം പിടിക്കുവാൻ ഇടയായി. അതിൻ്റെ അടിസ്ഥാന കാരണം രൂത്തിൻ്റെ അനുസരണമാണ്. കൊലോസ്യർ 3:20 എഫേസ്യർ 6:1 മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളെ മക്കൾ അനുസരിക്കുന്നത്, ദൈവസഭയിൽ മൂപ്പന്മാരെ അനുസരിക്കുന്നത്, വചനത്തെ അനുസരിക്കുന്നതൊക്കെ അനുഗ്രഹത്തിന് മുഖാന്തരങ്ങളാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ സകലത്തിനും സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന വഴിനടത്തൽ, ഉപദേശം, വീണ്ടെടുപ്പുകാരനിലേക്കുള്ള വഴി കാണിക്കൽ ഒക്കെ ഏറ്റവും അനുഗ്രഹീതമാണ്. അത് നാം കേട്ടനുസരിച്ചാൽ വലിയ ആത്മീയ ഭൗതിക നന്മകൾ നാം അനുഭവിക്കുവാൻ ഇടയായിത്തീരും. രൂത്ത് നവോമിയോട് ചേർന്ന് നിന്ന് പറഞ്ഞതൊക്കെ അപ്രകാരം തന്നെ അനുസരിച്ചു. അത് അവളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായിരുന്നു. അതുപോലെ നമുക്കും യേശു കർത്താവിനോട് ചേർന്ന് നിൽക്കാം, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായി മാറാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയെ പൂർണ്ണമായി അനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.